ഹലോ അസ്സലാമലൈക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതേപോലത്തെ വുഡൻ ക്യൂബ്സ്, പക്ഷേ ഇത് വുഡൻ ക്യൂബ്സ് അല്ല, ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു. ഞാൻ എവിടെ നിന്നാണ് ക്യൂബ് വാങ്ങിയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിരുന്നു, ഇൻസ്റ്റയിലായാലും യൂട്യൂബിൽ കമൻസിലായാലും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ സേവ് ദ ഡേറ്റ് വീഡിയോയിൽ കാണിച്ച അതേ ബ്രൗൺ ചാർട്ടില്ലേ, ആ ചാർട്ടിൻ്റെ ഒരു 6 ഇഞ്ചസിൻ്റെ സ്ക്വയറാണ് ഞാൻ എടുത്തത്. 6 ഇഞ്ചസ് എന്ന് വെച്ചാൽ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ. എന്നിട്ട് അതിനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു ഹാഫാക്കിയിട്ട്. ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് ഫൈനൽ റിസൾട്ട് അടിപൊളിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇത്രയും നമ്മൾ ഫോൾഡ് ചെയ്ത് ഫൈനലാക്കിയതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ലൈൻസിലൂടെ, ഈ വെർട്ടിക്കൽ ലൈൻസിലൂടെ നമുക്ക് എന്താക്കാം, കട്ട് ചെയ്തെടുക്കാം. 4 പീസസായിട്ട് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് ഈ ടൂൾ ഉള്ളതിനുകൊണ്ട് ഞാൻ ഇത് വെച്ച് കട്ട് ചെയ്യുന്നു. നിങ്ങൾ കത്രിക കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കട്ടർ കൊണ്ടോ കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ നമുക്ക് 4 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു പീസ് നമ്മൾ എന്താക്കുക, വീണ്ടും ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക നമ്മൾ. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. ഈ 2 പീസ് കൊണ്ടാണ് നമ്മൾ ഒരു ക്യൂബ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ക്യൂബ് ആയി കിട്ടുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നത്, എത്രാമത്തെ സ്ക്വയറിൽ നിന്നാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ഷീറ്റിൻ്റെ ഏതാണ്ട് പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ നെക്സ്റ്റ് ഷീറ്റ് കൂടെ ഇതേ സ്റ്റെപ്പിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇവ രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബായിട്ട് കിട്ടുക. രണ്ടാമത്തെ ക്യൂബ് ഉണ്ടാക്കുന്നത് ഞാൻ വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നില്ല, കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, സെയിം സ്റ്റെപ്പിൽ തന്നെ ഫോളോ ചെയ്താൽ മതി. ഈ 2 ക്യൂബും ഉണ്ടാക്കിയതിന് ശേഷം ഇവ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താലാണ് പെർഫെക്റ്റ് ക്യൂബായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു ക്യൂബ് എടുക്കുക.
ഇത് ഞാനൊരു ക്യൂബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് പൊക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ മറ്റേ ക്യൂബിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അത് കയറാനുള്ള എളുപ്പത്തിനായിട്ടാണ് നമ്മളതൊന്ന് ജസ്റ്റ് ഉയർത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ക്യൂബിനെ ഇതേ പൊസിഷനിൽ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇവ രണ്ടും ഇൻസേർട്ട് ചെയ്ത് പെർഫെക്റ്റായിട്ട് നിന്നാലാണ് നമുക്ക് നല്ല ക്യൂബായിട്ട് കിട്ടുള്ളൂ. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റൊക്കെ എന്തായാലും ഒരു പ്രയാസം ഉണ്ടാവും. പിന്നീട് നമുക്കതെല്ലാം റെഡി ആയിക്കോളും. നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉയർത്തിയ ഭാഗങ്ങളൊക്കെ ഉള്ളോട്ട് തന്നെ ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡും ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള ഷീറ്റ് കൊണ്ട് നമുക്ക് 4 ക്യൂബ്സാണ് കിട്ടിയത്. ഇനി ഇതിൽ നമുക്ക് വേണ്ട ലെറ്റേഴ്സ് എഴുതി കൊടുക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് വീണ്ടും ലവ് എന്ന് തന്നെയാണ് എഴുതി കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എഴുതാം. അത് നിങ്ങൾക്ക് പെന്നുകൊണ്ടാണെങ്കിലും പെയിൻറ്റ് കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് എഴുതിയെടുക്കാം. ഒരുപാട് മെസ്സേജ് വന്നിരുന്നു ഇത് എവിടുന്നാണ് വാങ്ങിയതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിയതല്ല, ഞാൻ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഒരുപാട് കമൻസ് വന്നു ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഒന്ന് ചെയ്യാമോ. അങ്ങനെ ഫൈനലായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ട്യൂട്ടോറിയൽ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.